സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ ഇന്ന് വളരെയേറെ ഉയർന്നു വരുന്നതായി നാം കാണുന്നു. പ്രത്യക്ഷത്തിൽ പ്രശ്നമൊന്നുമില്ല എന്ന് തോന്നുന്നതും പിന്നീട് ഏറെ അപകടകാരികളുമായ പല അനുഷ്ഠാനങ്ങളിലേക്കും അത് നമ്മെ കൊണ്ടെത്തിക്കും. സൂക്ഷിക്കുക. ജീവസന്ദേശത്തിൻ്റെ യെശയ്യാ പ്രവചന പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവം ന്യായാധിപനാകുന്നു. അവിടുന്ന് ന്യായവിധി നടത്തുക തന്നെ ചെയ്യും. ദൈവം തൻ്റെ ന്യായവിധി നടത്തുവാൻ രാജ്യങ്ങളെയും രാജാക്കന്മാരെയും വ്യക്തികളെയും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ദൈവം തൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി ആയുധമാക്കി മാറ്റുന്നവർ വീരന്മാരായും കഠിനന്മാരായും ഒക്കെ തീരാറുണ്ട്. ദൈവം തൻ്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്ന ബാബേലാകുന്നു യെശയ്യാ പ്രവചന പുസ്തകം 13-ാം അധ്യായത്തിലെ പ്രതിപാദ്യ വിഷയം. നമുക്കൊരുമിച്ച് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു ഭാഗത്തേക്കാണ് ഇത് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുന്നത്. ഇവിടെ സാഹചര്യത്തിന് പെട്ടെന്ന് ഒരു സ്വരഭേദം വരുന്നു. 13 മുതൽ 23 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള 9 ജാതികളിന്മേൽ വരുന്ന ഭാരത്തെ അല്ലെങ്കിൽ സമ്മർദ്ദത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. എന്തെങ്കിലും വഹിക്കുന്നതിനെക്കുറിച്ചാണല്ലോ ഭാരം എന്ന് പറയുന്നത്. എനിക്ക് ഇന്ന ഭാരമുണ്ട്, ഞാൻ ഇന്ന ഭാരം എടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഭാരങ്ങൾ ഈ 9 ജാതികളിന്മേൽ വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. ഭാരം എന്നതിന് പകരം ന്യായവിധി എന്ന് പറഞ്ഞാൽ അത് തികച്ചും ശരിയായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനപരമായ ന്യായവിധികളിൽ അധികവും നിറവേറിക്കഴിഞ്ഞിരിക്കുന്നു. അവ ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അതിനാൽ ഈ ഭാഗം തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗം എന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. തിരുവചനത്തിലെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധേയം തന്നെയാണ്. അതിൽ വെച്ച് അല്പം കൂടി നാം ശ്രദ്ധിക്കേണ്ട ഭാഗമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ 9 വിജാതീയ രാഷ്ട്രങ്ങൾക്കും ഇസ്രായേലുമായി ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ഇവയിൽ അധികവും ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങളായിരുന്നു എന്നത് നാം ഓർക്കണം. അല്ലെങ്കിൽ അവ അധികം ദൂരത്തല്ലായിരുന്നു. ഇവയിൽ ചിലതിൻ്റെ കയ്യാൽ ഇസ്രായേൽ വളരെയേറെ ഉപദ്രവം നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് നേരിടുന്നുമുണ്ട്. ഭാവിയിലും അങ്ങനെ ഉപദ്രവം നേരിടും. യെശയ്യാ പ്രവചനം 13-ാം അധ്യായത്തിൽ താങ്കൾക്ക് വളരെ പരിചിതമായ ചില പേരുകൾ കാണാവുന്നതാണ്. ഉദാഹരണത്തിന് മിസ്രയീം, ഈജിപ്റ്റ് എന്ന് നമ്മൾ വിളിക്കുമല്ലോ. ഈ ന്യായവിധികളിൽ ചിലത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഭൂരിഭാഗവും നിവർത്തിയാക്കപ്പെട്ട് കഴിഞ്ഞു എന്ന്. ഈ പ്രവചന ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഈ ഭാഗത്ത് അശൂര്യർ ഒരു ശത്രുവായി കാണപ്പെടുന്നില്ല എന്നുള്ളതും വളരെ നമ്മെ ചിന്തിപ്പിക്കുന്ന കാര്യമാകുന്നു. ബാബിലോണിൻ്റെ നേതൃത്വത്തിലുള്ള മറ്റ് ചില രാഷ്ട്രങ്ങളാണ് ആ സ്ഥാനത്ത് ഉള്ളതെന്ന് നാം കാണും. ഇത്തരത്തിലുള്ള ഒരു ദൂത് അറിയിക്കുക എന്നത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അത്ര സന്തോഷകരമായിരുന്നില്ല എന്നോർക്കണം. എല്ലാവർക്കും വരുന്ന ന്യായവിധി, കഷ്ടം, ഭാരം, ജനങ്ങളെ സ്വാധീനിക്കാനും സുഹൃത്തുക്കളെ നേടാനുമുള്ള ഒരു വഴിയല്ലല്ലോ ഇത്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ മനുഷ്യരുടെ പ്രീതി ആഗ്രഹിച്ചിരുന്നില്ല എന്നത് വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ദൈവം അവർ പറഞ്ഞു. ആദ്യത്തെ ന്യായവിധിക്ക് വിധേയമായത് ബാബേലായിരുന്നു. ആദ്യമായി ബാബേൽ എന്ന അക്ഷരീക പട്ടണത്തെക്കുറിച്ചുള്ളതാണ് പ്രഥമമായ പരിഗണന. യെശയ്യാവിൻ്റെ കാലത്ത് ബാബേൽ അപ്രധാനമായ ഒരു സ്ഥലമായിരുന്നു എന്ന് ഓർക്കണം. ഇത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഇതിന് ശേഷം വളരെ ശക്തമായ ഒരു സാമ്രാജ്യമായി ഈ ബാബേൽ വളർന്നു വന്നു എന്ന് നാം കാണുന്നുണ്ട്. ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ബാബേൽ ഒരു ലോകശക്തിയായി തീർന്നത്. ബാബേൽ ഒരു രാഷ്ട്രമായി തീരുന്നതിന് മുമ്പാണ് ദൈവം ബാബേലിനോടുള്ള ഈ ദൂത്
അറിയിച്ചത്, അല്ലെങ്കിൽ ഈ ന്യായവിധിയെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. ഈ 9 രാഷ്ട്രങ്ങളുടെ മേലുള്ള ന്യായവിധി കൊണ്ട് ഈ ഭാഗം അവസാനിക്കുന്നില്ല. 28 മുതൽ 33 വരെയുള്ള അധ്യായങ്ങളിൽ 6 അയ്യോ കഷ്ടത്തെക്കുറിച്ചും ഒടുവിൽ 34ഉം 35ഉം അധ്യായങ്ങളിൽ കൊടുങ്കാറ്റടിക്കുന്നതിന് ശേഷമുള്ള ശാന്തതയോടെ അനുഗ്രഹത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ഒടുവിലത്തെ 2 അധ്യായങ്ങൾ വീണ്ടും നമുക്ക് ഒരു സഹസ്രാബ്ദ വാഴ്ചയുടെ ചിത്രം തരുന്നു. ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇനിയും നമുക്കത് ലഭിക്കുവാൻ പോകുകയാണ്. അതുകൊണ്ട് ഈ അധ്യായങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. കർത്താവിൻ്റെ നാളിൽ ബാബേലിന്മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് 13-ാം അധ്യായത്തിൽ നാം കാണുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്തിമ പൂർത്തീകരണത്തിനായി ഇത് മഹാപീഡനകാലത്തിലേക്ക് നോക്കി മുന്നേറുന്നു. ഇനിയും ഈ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് നോക്കാം. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആമോസിൻ്റെ മകനായ യെശയ്യാവ് ബാബേലിനെക്കുറിച്ച് ദർശിച്ച പ്രവാചകം. 13-14 അധ്യായങ്ങളിൽ ചരിത്രത്തിലുള്ള അക്ഷരികമായ ബാബേൽ നഗരത്തെയാണ് നാം കാണുന്നത്. പുരാതന ലോകത്തെ വലിയ നഗരങ്ങളിലൊന്നായി തീർന്നിരുന്നു ബാബേൽ. ദാനിയേൽ പ്രവചനത്തിൽ ബാബേലിനെ ആദ്യത്തെ ലോക മഹാശക്തിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ബാബേലിൻ്റെ സ്വർണ്ണത്തല നെബൂഖദ്നേസറായിരുന്നു. അവൻ 1-ാമത്തെ വലിയ ലോകശക്തിയുടെ രാജാവായിരുന്നു എന്നോർക്കണം. ബാബേൽ നഗരം ഭാവിയിൽ വീണ്ടും പണിയപ്പെടും എന്ന് ഞാൻ ഇത്തരുണത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവത്തിനെതിരെയുള്ള സംഘടിത ശക്തിയുടെ ചിഹ്നമാണ് ബാബേൽ. അത് ബാബേൽ ഗോപുരത്തിൽ ആരംഭിച്ചതാണെന്ന് ഓർക്കണം. വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങളിൽ അതിൻ്റെ അവസാനം നാം കാണുന്നു. മതപരമായ ബാബേലും രാഷ്ട്രീയമായ ബാബേലും ലോകത്തെ ഭരിക്കുന്നതായി അവിടെ നാം കാണുന്നു. മഹാപീഡന കാലത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ശിക്ഷാവിധി മൂലം ബാബേൽ നിലം പതിക്കുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ തിരുവചനത്തിൽ അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചനയാണ് ഇവിടെ നാം കാണുന്നത്. ഞാൻ ഇനിയും 3-ാം വാക്യം വായിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ഞാൻ എൻ്റെ വിശുദ്ധീകരിക്കപ്പെട്ടവരോട് കൽപ്പിച്ചു, ഗർവത്തോടെ ഉല്ലസിക്കുന്ന എൻ്റെ വീരന്മാരെ ഞാൻ എൻ്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ട എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഒരു പ്രത്യേക ഉപയോഗത്തിനായി വേർതിരിക്കപ്പെട്ടത് എന്നാണ്. ദൈവം പറയുന്നു, എൻ്റെ വീരന്മാരെ ഞാൻ എൻ്റെ കോപത്തെ നിവർത്തിക്കേണ്ടതിന് വിളിച്ചിരിക്കുന്നു. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി ദൈവം ബാബേലിനെ വേർതിരിച്ചു അഥവാ ഉയർത്തി. അശൂരിനെ സംബന്ധിച്ചും ദൈവം ഇത് തന്നെയാണ് ചെയ്തത്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ദൈവം പ്രവാചകനിലൂടെ പറഞ്ഞു, എൻ്റെ കോപത്തിൻ്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എൻ്റെ ക്രോധം ആകുന്നു. തൻ്റെ ജനത്തെ ശിക്ഷിക്കുന്നതിനായി ദൈവം അശൂരിനെ ഉപയോഗിച്ചു. പിന്നീട് താൻ അവരെ ന്യായം വിധിച്ചു. അശൂരിനെ. ബാബേലിനോടും ദൈവം ഇത് തന്നെയാകുന്നു ചെയ്യാൻ പോകുന്നത്. ദൈവത്തിനായി എന്തെങ്കിലും മാറ്റിവെക്കുന്നുവെങ്കിൽ അത് വിശുദ്ധീകരിക്കപ്പെട്ടതാകുന്നു. അസീരിയയും ബാബേലും ഇസ്രായേലിനെ ശിക്ഷിക്കുന്നതിനായി മാറ്റിവെക്കപ്പെട്ടിരുന്ന, അതായത് വേർതിരിക്കപ്പെട്ടിരുന്ന രാജ്യങ്ങളായിരുന്നു. ആ അർത്ഥത്തിലാണ് ഈ വിശുദ്ധീകരണം വരുന്നത്. ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി അവർ ദൈവകരങ്ങളിൽ ഉപകരണങ്ങളായി തീർന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയും 4-ാം വാക്യം നോക്കാം. 13-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. ബഹുജനത്തിൻ്റെ ഘോഷം പോലെ പർവ്വതങ്ങളിൽ പുരുഷാരത്തിൻ്റെ ഒരു ഘോഷം, കുടിയിരിക്കുന്ന ജാതികളുടെ രാജ്യങ്ങളുടെ ആരവം, സൈന്യങ്ങളുടെ യഹോവ യുദ്ധ സൈന്യത്തെ പരിശോധിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവർ എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഈ വാക്യം വിശദമാക്കുകയാണ് ചെയ്യുന്നത്. അശൂർ ഇസ്രായേലിലെ വടക്കേ ദേശത്തേക്ക് 10 ഗോത്രങ്ങൾക്കെതിരെ ചെന്നതുപോലെ ബാബേൽ ഇപ്പോൾ തെക്കേ രാജ്യമായ യഹൂദയ്ക്ക് നേരെ ചെല്ലുന്നു. ബാബേൽ അവരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. 5-ാം വാക്യം നോക്കിക്കാട്ട്. ദേശത്തെയൊക്കെയും നശിപ്പിപ്പാൻ ദൂരദേശത്തു നിന്നും ആകാശത്തിൻ്റെ അറ്റത്തു നിന്നും യഹോവയും അവൻ്റെ കോപത്തിൻ്റെ ആയുധങ്ങളും വരുന്നു. ബാബേലാണ് യഹോവയുടെ കോപത്തിൻ്റെ ആയുധങ്ങൾ. 6-ാം വാക്യത്തിൽ നാം കാണുന്നു, യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവീൻ, അത് സർവശക്തങ്കിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. ഈ പ്രവചനം
ഭാവിയിലെ മഹാപീഡനകാലത്തെയാണ് എടുത്തു കാണിക്കുന്നത്. 7-ാം വാക്യത്തിൽ 7 മുതൽ 9 വരെ നോക്കിക്കാട്ടെ. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും, അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ അവർ വേദനപ്പെടും, അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളവാനും യഹോവയുടെ ദിവസം ക്രൂരമായിട്ട് ക്രോധത്തോടും അതികോപത്തോടും കൂടെ വരുന്നു. മഹാപീഡന കാലത്ത് ഈ ജനത്തെ ന്യായം വിധിക്കുവാൻ ദൈവം മുൻപ് ചെയ്ത പോലെ ബാബേൽ എന്ന് ഇവിടെ പറയുന്ന ശക്തിയെ ഉപയോഗിക്കുന്നതാണ്. പീഡനം എന്ന് പറയുന്നത് വേദനയുടെ കാലമാണ്. നോവ് കിട്ടിയ സ്ത്രീയെപ്പോലെ മനുഷ്യൻ വേദനപ്പെടുന്ന സമയം. ഈ വേദനയുടെ സമയത്തോടെയാണ് കർത്താവിൻ്റെ ദിവസം ആരംഭിക്കുന്നത്. ഇത് മഹാപീഡന കാലം തന്നെയാണ്. തുടർന്ന് അതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല, സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യത്തിൽ നമുക്ക് കർത്താവ് ഈ വചനം, ഈ പ്രവചനം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടൻ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് നിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുമെന്ന്. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, 4-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ സൂര്യനിൽ 1/3, ചന്ദ്രനിൽ 1/3, നക്ഷത്രങ്ങളിൽ 1/3 ബാധ തട്ടി, അവയിൽ 1/3 ഇരുണ്ടുപോയി, രാവും പകലും 1/3 വെളിച്ചമില്ലാതെയായി. ഇനിയും 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ ഭൂതലത്തെ ദോഷം നിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യം നിമിത്തവും സന്ദർശിക്കും, അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ താഴ്ത്തും. ഭൂതലത്തെ ദോഷം നിമിത്തം ശിക്ഷിക്കുമെന്നാണ് ദൈവം പറയുന്നത്. അതെ, ഞാനും നിങ്ങളും ഈ ജീവിക്കുന്ന ലോകം ദൈവത്തിൻ്റെ ന്യായവിധിയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 12-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ ഒരു പുരുഷനെ തങ്കത്തെക്കാളും ഒരു മനുഷ്യനെ ഓഫീർ തങ്കത്തെക്കാളും ദുർലഭമാക്കും. ആശ്ചര്യമായിരിക്കുന്നു അല്ലേ? ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ മരിച്ചപ്പോൾ അത് നമ്മുടെ വില വർദ്ധിപ്പിച്ചു എന്നോർക്കണം. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, 13-ാം വാക്യം, അങ്ങനെ ഞാൻ ആകാശത്തെ നടുങ്ങുമാറാക്കും, സൈന്യങ്ങളുടെ യഹോവയുടെ ക്രോധത്തിലും അവൻ്റെ ഉഗ്രകോപത്തിൻ്റെ നാളിലും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിപ്പോകും. ഓടിച്ചു വിട്ട ഇളമാനിനെ പോലെയും ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെപ്പോലെയും അവർ ഓരോരുത്തൻ താൻ്റെ ജാതിയുടെ അടുക്കലേക്ക് തിരിയും, ഓരോരുത്തൻ താൻ്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും. കണ്ടുകെട്ടുന്നവനെയൊക്കെയും കുത്തിക്കൊല്ലും, പിടിപെടുന്നവനൊക്കെയും വാളാൽ വീഴും. അവർ കാൺകെ അവരുടെ ശിശുക്കളെ അടിച്ച് തകർത്ത് കളയും, അവരുടെ വീടുകളെ കൊള്ളയിടും, അവരുടെ ഭാര്യമാരെ അപമാനിക്കും. പീഡനം ലോകവ്യാപകമായ കഷ്ടതയോടെ മുന്നേറുന്നതായി കാണുവാനായിട്ട് സാധിക്കും. അന്ന് ദൈവം തനിക്കായി സൂക്ഷിക്കുന്ന ഒരു ശേഷിപ്പിനൊഴികെ ആർക്കും രക്ഷയില്ലെന്നാണ് ഈ വാക്യങ്ങൾ കാണിക്കുന്നത്. ഞാൻ മേദ്യരെ അവർക്ക് വിരോധമായി ഉണർത്തും, അവർ വെള്ളിയെ കാര്യമാക്കുകയില്ല, പൊന്നിൽ അവർക്ക് താല്പര്യവുമില്ല. ആരാണ് മേദ്യർ? മേദ്യരും പാർസ്യരും ഒരു വലിയ സാമ്രാജ്യ ശക്തിയായി തീർന്ന് ബാബേലിനെ ആക്രമിച്ചിട്ടുണ്ട്. പ്രവാചകൻ പറയുന്നത് സമീപ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നാണ്. അവർ ബാബേലിനെ നശിപ്പിക്കും എന്ന് അവൻ വ്യക്തമായി പറയുന്നു. അതെ, ബാബേലിനെ നശിപ്പിക്കുന്നത് മേദ്യർ തന്നെയെന്ന് യെശയ്യാവ് തെളിച്ചു പറയുന്നു. 19-ാം വാക്യത്തിൽ നാം കാണുന്നു, രാജ്യങ്ങളുടെ മഹത്വവും കൽദേരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സൊദോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. ഈ പ്രവചനം നിവൃത്തിയായിട്ടുണ്ട്. ഇതുവരെ ഭൂമിയിൽ സ്ഥാപിതമായ ഏതൊരു സാമ്രാജ്യത്തെക്കാൾ ശക്തമായിരുന്നു ബാബേൽ. മഖദോന്യ സാമ്രാജ്യവും മിസ്രയീം സാമ്രാജ്യവും റോമൻ സാമ്രാജ്യവും ഒക്കെ വലിയ സാമ്രാജ്യങ്ങളായിരുന്നു. എന്നാൽ ഇവയ്ക്കൊന്നിനും ബാബേൽ സാമ്രാജ്യത്തിൻ്റെ മഹത്വത്തോട് കിടപിടിക്കുവാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്.
ദൈവവചനം പറയുന്നത് നോക്കൂ, കൽദേരുടെ പ്രശംസാലങ്കാരമായ ബാബേൽ, ആ പ്രശംസാലങ്കാരത്തെ സോദോം ഗോമോറകളെ ചെയ്തതുപോലെ ദൈവം മറിച്ചു കളഞ്ഞു. പുരാതന ബാബേൽ, അതിൻ്റെ അവശിഷ്ടങ്ങൾ നോക്കിയാൽ എന്താണ് സംഭവിച്ചതെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും വീണ്ടും പണിയപ്പെടാത്ത മഹാനഗരം എന്ന് ബാബേൽ. ലോകത്തിലെ മറ്റ് മഹാനഗരങ്ങളൊക്കെ വീണ്ടും പണിയപ്പെട്ടിട്ടുണ്ട്. യെരുശലേമിൻ്റെ കാര്യത്തിൽ ഇത് വളരെ വാസ്തവമായിരിക്കും. നശിപ്പിക്കപ്പെട്ട റോം വീണ്ടും പണിയപ്പെട്ടു. എന്നാൽ ബാബേൽ അത് പണിയപ്പെടാതെ കിടക്കുന്നു. നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി അതിനൊരിക്കലും ഉയർച്ച വന്നില്ല. ദൈവം പറഞ്ഞു അവിടെ ഒരിക്കലും ആൾപ്പാർപ്പുണ്ടാവുകയില്ല എന്ന്. എങ്കിലും ബാബേൽ ഭാവിയിൽ വീണ്ടും പണിയപ്പെടുമെന്നത് സത്യമാണ്. എന്നാൽ അത് ആ പഴയ സ്ഥാനത്തായിരിക്കില്ല എന്ന് മാത്രം. ബാബേൽ സാമ്രാജ്യം പണിയപ്പെടും, അത് മറ്റൊരു സ്ഥലത്തായിരിക്കും. ബാബേൽ കലക്കത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഭാവിയിലെ ബാബേൽ വലിയ വ്യാപാര കേന്ദ്രമായിരിക്കും. അതുപോലെ വീണ്ടും അത് ലോകത്തിലെ മതത്തിൻ്റെ വലിയ കേന്ദ്രവും രാഷ്ട്രീയ കേന്ദ്രവും ശക്തിയുടെ കേന്ദ്രവുമായി മാറും. വിദ്യാഭ്യാസ കേന്ദ്രവുമായി അത് തീരും. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകയില്ല, തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല, ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. ബാബേൽ നശിപ്പിക്കപ്പെടുകയും എന്നാൽ അന്ത്യനാളുകളിൽ ഒരു അക്ഷരീക നഗരമായി അത് വീണ്ടും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന് നമുക്ക് കാണാം. പുരാതന ബാബേൽ നഗരത്തിൻ്റെ സ്ഥാനം യൂഫ്രട്ടീസ് നദിയിൽ നിന്നും ഏകദേശം 7-8 മൈൽ ദൂരത്താണ്. പുരാതന ബാബേൽ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനത്തുകൂടി യൂഫ്രട്ടീസ് നദിയിൽ നിന്നുള്ള ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. പഴയ സ്ഥാനത്ത് ഇനിയും ആ പട്ടണം ഒരിക്കലും പണിയപ്പെടില്ല. എന്നാൽ മറ്റൊരു സ്ഥാനത്ത് അത് പണിയപ്പെടും. പ്രവചനം നിവൃത്തിയാക്കപ്പെടുകയും കൃത്യമായി അത് അപ്രകാരം സംഭവിക്കുകയും ചെയ്യും. അതെ, ഒരു സ്മാരകമായി ബാബേൽ നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ നിലകൊള്ളുന്നു. 21ഉം 22ഉം വാക്യങ്ങൾ കൂടി നോക്കിക്കാട്ടെ. 21ഉം 22ഉം. മരുമൃഗങ്ങൾ അവിടെ കിടക്കും, അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും, ഒട്ടകപ്പക്ഷികൾ അവിടെ പാർക്കും, ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും, അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു, അതിൻ്റെ കാലം ദീർഘിച്ചു പോവുകയുമില്ല. നോക്കുക, ബാബേലിൽ ഭൂതങ്ങൾ നൃത്തം ചെയ്യുമെന്ന്. ഭൂതങ്ങളോടുകൂടെ നൃത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അന്ന് ബാബേലിൽ പോയാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനധികം, സാത്താനെ ആരാധിക്കുന്ന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ വളരെയേറെ ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പുതിയ അറിവല്ല. അതെ, ബാബേലിൻ്റെ സ്വാധീനം പഠിപ്പുള്ള ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരത്തികളെയും വശീകരിച്ചു കൊണ്ടുപോയി സാത്താൻ്റെ സഭയിലെ അംഗങ്ങളാക്കുവാൻ തന്ത്രപൂർവ്വം സമീപിക്കുന്നവർ നമ്മുടെ പട്ടണങ്ങളിലും കലാശാലകളിലും ചുറ്റിത്തിരിയുന്നുണ്ടെന്ന കാര്യം നാം ഓർക്കണം. അവർ ചെയ്യുന്നതിൻ്റെ ആ ഭവിഷ്യത്ത് അവർക്ക് പോലും അറിയില്ല. വളരെ മാന്യമായിട്ടാണ് അവരുടെ സമീപനം. അവരുടെ ആ കുടുക്കിൽ പെട്ടുപോയാൽ പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാണ്. നമ്മുടെ അയൽ സംസ്ഥാനത്ത് ഒരു പ്രത്യേക കോളേജിൽ പഠിക്കാൻ പോയൊരു പെൺകുട്ടി ഇങ്ങനെയുള്ള സാത്താൻ്റെ ആരാധകരിൽ നിന്നും ഭാഗ്യവശാൽ രക്ഷപ്പെട്ട കഥ ഒരിക്കൽ കേൾക്കുകയുണ്ടായി. കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞാണ് അങ്ങനെ ഒരു ആരാധനാക്കൂട്ടത്തെക്കുറിച്ച് അവൾ അറിഞ്ഞത്. യേശുവിൻ്റെ നാമവും ഉപദേശങ്ങളും ഒക്കെ പറയുന്നത് കേട്ടപ്പോൾ അവൾ കരുതി അതൊരു സത്യ ആരാധനാക്കൂട്ടമായിരിക്കുമെന്ന്. ഒരിക്കൽ ആ കൂട്ടുകാരിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അവിടെ പോയി. ആരാധനയുടെ രീതി മാറി മാറി ഒടുവിൽ അത് ആഭാസകരമാകുന്നു എന്ന് തോന്നിയപ്പോൾ അവൾ എങ്ങനെയോ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതേ സുഹൃത്തെ, ഭൂതങ്ങൾ നൃത്തം ചെയ്യുന്ന സങ്കേതങ്ങളും ഭൂതങ്ങളോടൊപ്പം നൃത്തം ചെയ്യുന്ന മനുഷ്യരും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. നാം വളരെ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലയളവാണ്. വിവേചനത്തിൻ്റെ ആത്മാവിനെ നമുക്ക് വളരെ വളരെ ആവശ്യമായിരിക്കുന്നതായ ഒരു കാലം. എന്നാൽ ഭാവിയിൽ ബാബേൽ ഇതിൻ്റെ എല്ലാം ഒരു മഹാകേന്ദ്രമാകുവാൻ പോകുന്നു.
അതിലേക്ക് ആകർഷിക്കപ്പെടുവാൻ ഉള്ള തയ്യാറെടുപ്പാണ് ഇന്ന് ലോകത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് നമ്മുടെ സമൂഹത്തിലും നാം കാണുന്നത്. സകല പൈശാചിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി ബാബേൽ ഉയർത്തപ്പെടാൻ പോകുന്നു. അവിടെ എതിർ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന പാപത്തിൻ്റെ ആ മനുഷ്യൻ, ഇച്ഛാശക്തിയുള്ള രാജാവ് ഭരണം നടത്താൻ പോകുന്നു. എന്നാൽ പുരാതന ബാബേൽ നഗരം നശിപ്പിക്കപ്പെട്ടതുപോലെ ഇതും ഒരു ദിവസം നശിപ്പിക്കപ്പെടും. പുരാതന ബാബേൽ നിവൃത്തിയാക്കപ്പെട്ട പ്രവചനത്തിൻ്റെ സ്മാരകവും ഭാവിയിലെ ബാബേലിനെ ദൈവം ന്യായം വിധിക്കുമെന്നുള്ളതിൻ്റെ സാക്ഷ്യവുമായി നിലകൊള്ളുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, ദൈവം പാപത്തെ ന്യായം വിധിക്കും. കാരണം ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യർ ഓരോരുത്തരും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപാട് ചതിക്കുഴികളുണ്ട്. നാം ദൈവവചനത്തിനനുസരിച്ച് മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ, ദൈവവചനത്തിൽ ആഴ്ന്നിറങ്ങി നാം പഠിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ ഈ ചതികളിൽ പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ തലമുറകൾ അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ ചെന്നുവിടും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മുന്നറിയിപ്പുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹകരമാക്കുവാൻ, സന്തോഷകരമാക്കുവാൻ, ഫലപ്രദമാക്കുവാൻ അവിടുന്ന് തന്നിട്ടുള്ള അവിടുത്തെ വചനം അതിൻ്റേതായ അർത്ഥത്തിലും ആഴത്തിലും പഠിക്കുകയും മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങൾക്ക് ചുറ്റും സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി കാണുമ്പോൾ ഞങ്ങൾ കർത്താവെ അതിനോട് ചേർന്ന് പോകുവാനല്ല, അതിനോട് വിട്ടുവീഴ്ച മനോഭാവം കാണിപ്പാനല്ല, പിന്നെയോ ദൈവത്തിന് വേണ്ടി വീറോടെ നിൽപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തെറ്റിപ്പോകുവാൻ എല്ലാ സാധ്യതകളുമുള്ള സാഹചര്യങ്ങളിലാണ് അവർ പഠിക്കുന്നത്, അവർ സഞ്ചരിക്കുന്നത്, അവർ ജീവിക്കുന്നത്. കർത്താവെ, അവിടുന്ന് അവരെ സഹായിക്കണമേ. സാത്താൻ്റെ യാതൊരു പ്രവർത്തനവും അവരെ ഏശാതവണ്ണം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മുൻപോട്ട് പോകുവാൻ അവരെ നിശക്തീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അതിനുവേണ്ടി നയിക്കണമേ. അതിനുവേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ ഒരുക്കണമേ. വീടുകളിൽ കുടുംബ പ്രാർത്ഥനയും അതുപോലെ തന്നെ കർത്താവെ, ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ കൂട്ടായ്മകളും തന്ന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും നിനക്ക് വേണ്ടി നിൽപ്പാൻ നീ ഒരുക്കുകയും ചെയ്യണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം എന്നാകുന്നു എബ്രായ ലേഖനകർത്താവ് എഴുതിയിരിക്കുന്നത്. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്ന് കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുവാൻ സമയമായിരിക്കയാൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാനാകുന്നു വിശുദ്ധ പത്രോസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ദൈവഭയത്തിൽ വിശുദ്ധിയെ തേയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.